ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെൻ്റെ LGയുടെ 9 വർഷം പഴക്കമുള്ള സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഇതിനുള്ളിൽ ഒരുപാട് അഴുക്കടിഞ്ഞിട്ട് തുണി ഉണങ്ങി കഴിയുമ്പോൾ തുണിയിൽ നൂല് പിടിച്ച പോലെയും പൊടി പിടിച്ച പോലെയുള്ള അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായി ഇത് ജസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. അതിനായി വാഷിംഗ് മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം അൺപ്ലഗ് ചെയ്തിടുക. ഈ പൾസേറ്ററിൻ്റെ ഇടയിലാവും അഴുക്കുണ്ടായിരിക്കുക. ജസ്റ്റ് റിമൂവ് ചെയ്യാനായി ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതിൻ്റെ സെൻട്രൽ പോർഷൻ ഒന്ന് തിക്കിക്കഴിഞ്ഞാൽ അത് റിമൂവ് ആയി വരുന്നതാണ്. ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ. ലേഡീസിനും ഈസിയായി ചെയ്യാൻ ടെക്നീഷ്യൻ്റെ ഒന്നും ആവശ്യമില്ല. ആ പോർഷനിലാണ് സ്ക്രൂ വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് അഴുക്കുണ്ട്. 9 വർഷമായി ഞാനിത് വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു വാങ്ങിക്കഴിഞ്ഞ ശേഷം ഞാനിത് ക്ലീൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് തവണയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. സെമി ഓട്ടോമാറ്റിക് ആയാലും ഫുള്ളി ഓട്ടോമാറ്റിക് ആയാലും പൾസേറ്റർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തന്നെ ആവാം. 90% വാഷിംഗ് മെഷീനിലും സ്ക്രൂ ടൈപ്പാണ് വരുന്നത്. വലിയൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് ഈസിയായി അത് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. സ്ക്രൂ ഇതാണ്. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്ന് ഒരുപോലെ പൾസേറ്റർ മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ ഈസിയായി ഇത് റിമൂവ് ആയി വരുന്നതാണ്. ഗൈസ്, ഒരുപാട് അഴുക്കടിഞ്ഞിട്ടുണ്ട്. നൂലും പിന്നെ അതുപോലെ തന്നെ ചെളി പോലെയാണ് ഇരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് പുറത്ത് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പ്രഷർ വാഷർ ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. പക്ഷേ പ്രഷർ വാഷർ എൻ്റെ കയ്യിലില്ല. അതിനാൽ ഞാൻ പൈപ്പിന് ടാപ്പ് ഓപ്പൺ ചെയ്ത് ഇതിൽ നിന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ല വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കാം. ആ സെൻറ്റർ പോർഷനിലും അഴുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ പൾസേറ്റർ ഞാൻ വൃത്തിയായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫിക്സ് ചെയ്തെടുക്കാം. അതിനായി മോട്ടറിൻ്റെ സെൻറ്ററിൽ ഒരു മില്ലിംഗ് ഉണ്ട്. അതിലേക്ക് പൾസേറ്റർ കറക്റ്റായി ഇറക്കി വെക്കുക. അതിനുശേഷം ആ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഈസിയായി സിമ്പിളായിട്ട് നമുക്ക് ലേഡീസിനും ഈസിയായി ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്താൽ നല്ലതായിരിക്കും. സ്ക്രൂ നല്ലപോലെ ടൈറ്റ് ചെയ്യണം. ഇല്ലാത്ത പക്ഷം വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ പൾസേറ്റർ ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം സ്ക്രൂ നന്നായി മുറുക്കിയ ശേഷം ആ സ്ക്രൂവിൻ്റെ ക്യാപ്പ് ഫിക്സ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം വാഷിംഗ് മെഷീൻ നമ്മൾ വൃത്തിയായി ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഓക്കെയാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ ലഭിച്ച അഴുക്കാണ്. അപ്പോൾ എല്ലാം പെർഫെക്റ്റാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.